അവതാരം എന്ന് പറയാം 3 മണിക്കൂർ ഇരുന്നതിൻ്റെ അപരാധം. പാവം യശിൻ്റെ അവസ്ഥ 4 വർഷത്തെ ഡെഡിക്കേഷനൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. കോമഡിയിൽ ഇത് മലങ്കൾട്ടിന് മേലെ അശ്വന്ത് വോക്കിന് ആഘോഷരാവേ തന്നെ ആർക്കും സഹിക്കാൻ പറ്റില്ല. ഈ ഒരാഴ്ച വാഷ് ഔട്ടിലേക്കാണ് പടം പോകാൻ പോകുന്നത്. ഇത് രാജീരവിയുടെ ക്യാമറ വർക്കും കുറച്ച് VFX മാത്രം കൊള്ളാം. ബാക്കി ഡയലോഗ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നാടകം A ക്ലാസ് നാടകം പോലെ ചെയ്ത് യശിന് പണി കൊടുത്തിട്ടുണ്ട്. അപരാധത്തിന് മേലെ എന്തോ പറയണ്ട മലങ്കൾട്ടിന് മേലെയുള്ള രീതിയിൽ ഡയലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യ. ആ ലെവലിൽ അവരാധിച്ചു വെച്ചിട്ടുണ്ട്. പടക്കമല്ല, ഓണത്തിന് മാലപ്പടക്കം ഇട്ടിച്ച് അമിട്ട് വെച്ച് നശിപ്പിച്ച് യശിൻ്റെ കരിയറിൽ തന്നെ ഇത്രയും വലിയൊരു ഡൗൺഫോൾ സംഭവിക്കില്ല. ആ രീതിയിൽ അവസാനത്തെ 20 മിനിറ്റൊന്നും തിയേറ്ററിൽ ഇരിക്കാൻ വയ്യ. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ കുറേ പേര് ഇറങ്ങിപ്പോയി. ആ ലെവലൊരു മലങ്കൾട്ടിന് മേലെ ഒരു സാധനം ഈ വർഷം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആറ്റം ബോംബായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്ടാ മേക്കിങ് മാത്രം കൊള്ളാം, വേറെ ഒന്നുമില്ലടാ. വെറുതെ 3.25 മണിക്കൂറും കൂടെ വലിച്ചഴച്ച് മനുഷ്യൻ്റെ സമയം കളയാനായിട്ട് അപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അപരാധം കണ്ടിട്ടില്ല. ഏകദേശം 4 വർഷമല്ലേ, എന്തിന് ഇത്രയും വെയിറ്റ് ചെയ്തെന്നാണ് ആലോചിക്കുന്നത് ഈ പടത്തിന് വേണ്ടി. ചുമ്മാ 1-ാം താരീഖ് പിള്ളേരെയും കൊണ്ട് ഒരിക്കലും വരല്ലേ. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അടി 5 ബ്ലോക്ക്, സെക്കൻഡ് ഹാഫിൽ 2 ബ്ലോക്ക് ഉണ്ട്, 5 അടി. ഇതേ ഉള്ളൂ പടം. കൊള്ളില്ല, ഒരു കാശിന് കൊള്ളില്ല. മേക്കിങ് കൊള്ളാം, പക്ഷെ കഥയായിട്ടൊന്നും നോക്കണ്ട. അല്ലെന്ന പടം കൂറപ്പടായി. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് ഈസ് ഈക്വൽ ടു പച്ച അപരാധം. അല്ലാതെ ഒരു പോസിറ്റീവും ഈ സിനിമയ്ക്ക് വേണ്ടി പറയാനല്ല. ആക്ച്വലി തിയേറ്ററിൽ ഇരുന്ന് എന്നതിൽ ഓരോ വയലൻസ് കാണിക്കുന്ന അല്ലാതെ വയലൻസ് ഉണ്ട് പടത്തിനകത്ത്, ഇഷ്ടം പോലെ വയലൻസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വയലൻസേ ഉള്ളൂ. യാഷ് പ്രതീക്ഷിക്കുന്ന ഒരു ഓണമായിട്ട് ഒന്നും കിട്ടില്ല. 4 വർഷം മോനെ മൊത്തത്തിൽ നമ്മളെയും വെറുതെ ആയി, ആളുടെയും വെറുതെ ആയി. ഹാപ്പി ഓണമായിട്ട് വന്നതാണ്. ഡാഡി അവൻ ഹോമിൽ തന്നെ ഇരിക്കേണ്ടി വരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഞാൻ ആദ്യം പറഞ്ഞത് ഗീതു മോഹൻദാസിന്റെ ഡയറക്ഷനെ കൊള്ളാം, പക്ഷേ ആ സ്ത്രീകൾക്ക് യാഷിനൊരു കുറേ സ്ത്രീകളുടെ ഇതിലുണ്ടായിരുന്നല്ലോ, അതങ്ങ് പോയി കിട്ടി. 100% ഈ പടം കാണുമെന്നുണ്ടെങ്കിൽ യാഷിന്റെ പരിപാടി കഴിഞ്ഞു എന്ന് തന്നെ പറയാം.